നമ്മൾ അങ്ങനല്ല ചെയ്യുന്നത്. ചിലരൊക്കെ ചെയ്യുന്നു നല്ലോണം മറക്കാൻ തയ്യാറുള്ള ഭാര്യയോട് വേണ്ട എന്നാ പറയുന്നത് ചിലര്. നീ അങ്ങനെ മക്കനെ കെട്ട് വന്നാല് അങ്ങാടി ആരെങ്കിലും കാണുമ്പോ എന്നോട് ചോദിക്കുന്നു ഉമ്മയാണോ പെങ്ങളാണോ ചോദിക്കുന്നു. ഭാര്യന്റെ സ്റ്റാറ്റസ് വേണം. കുറച്ച് നല്ല തുടിപ്പിലൊക്കെ ആയിട്ട് ഷാളൊക്കെ ഇട്ട് കുട്ടിയൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ വരണം. അപ്പോൾ ആൾക്കാർക്ക് തിരിയുള്ളൂ അത് ചേലത്തൊന്നും നിന്നെ തന്നെയാണ് കൈക്കലാക്കുന്നത്. ആൾക്കാർക്ക് തിരിഞ്ഞിട്ട് നിനക്ക് എന്ത് കിട്ടാനാ സഹോദര ഓ കാണുന്ന ഓരോരുത്തർ 500 രൂപ തരാണ് തിരക്കുള്ളത്, അതെങ്കിലും ലാഭമായി എന്ന് പറയും. അങ്ങനെ ഇട്ടോ നീ കാണിക്കുന്ന ഓരോരുത്തർ 500 തരാണെങ്കിൽ 500 ലാഭമായി എന്ന് വെക്കാം. തനിച്ച തെറ്റല്ലേ, നമ്മളെ വിശ്വാസ വൈകല്യമല്ലല്ലേ നമ്മൾ കാണിക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ മുഅ്മിനാത്തുകളായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് തങ്ങളുടെ നിർദ്ദേശം നോക്ക്. നിങ്ങൾ വീട് വിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് എങ്ങനെയാ പുറത്തിറങ്ങാൻ പറഞ്ഞത്? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ രംഗപ്രവേശനം ചെയ്തതുപോലെ ഭാര്യമാരെ നിങ്ങൾ പുറത്തിറങ്ങരുത്. എന്താണ് അവരുടെ രംഗപ്രവേശനം എന്നറിയോ? ഇന്നത്തെ നമ്മളെ പെണ്ണുങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ മതി, അതാ എളുപ്പം വിശദീകരിക്കാൻ. തബറുജ് എന്ന് പറഞ്ഞാല് കഴുത്തിലാഭരണങ്ങൾ കാണിച്ച്, കഴുത്തിലാഭരണങ്ങളും കാതിലാഭരണങ്ങളും കാണിച്ച് തട്ടം തോളിന്റെ ഒരു ഭാഗത്തേക്ക് ഇട്ട്, സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ചില സഹോദരിമാരുണ്ട് തലയുടെ പകുതി ഭാഗത്തുനിന്ന് പിന്നെയാണ് അവരെ നെറ്റി കാണാൻ ആരോ കാത്തിരിക്കുന്നത് പോലെ, നെറ്റിന്റെ മുന്നിലുള്ള മുടി കാണാൻ ആരോ ഫോട്ടോ എടുക്കാൻ കാത്തിരിക്കുന്നത് പോലെ. തനിച്ച ഹറാമാണ്, ഈമാനിന്റെ കുറവാണ്. പുറത്തിറങ്ങണമോ? വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ജാഹിലിയ്യ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയതുപോലെ പുറത്തിറങ്ങരുത്. അവര് കഴുത്ത് വെളിവാക്കി, കാത് വെളിവാക്കി, ആഭരണങ്ങളൊക്കെ കാണിച്ച് തലയും വെളിവാക്കിയാണ് അവർ പുറത്തിറങ്ങിയത്. മറ സ്വീകരിക്കാറില്ല. കണ്ടില്ലേ നിങ്ങൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ മറ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒറ്റപ്പെട്ടു പോയ യുദ്ധമാണല്ലോ ബനുൽ മുസ്തലഖ് യുദ്ധം. ആ ബനുൽ മുസ്തലഖ് യുദ്ധത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റപ്പെട്ടു പോയി. ആയിഷ റളിയല്ലാഹു അൻഹ ഒന്ന് ആവശ്യ നിർവഹണത്തിന് വേണ്ടി കുറച്ചപ്പുറം വരെ പോയി. ആളുകൾ വിചാരിച്ചു ആയിഷ റളിയല്ലാഹു അൻഹ ഈ വാഹനത്തിന്റെ ഉള്ളിൽ, ഒട്ടകത്തിന്റെ ഉള്ളിലുണ്ട്, കൂടാരത്തിന്റെ ഉള്ളിലുണ്ടെന്ന് കരുതി കൂടാരം അങ്ങോട്ട് കയറ്റി വെച്ചു. ആയിഷ ബീവി അന്ന് വളരെ ചെറിയ പെണ്ണാണ്. അപ്പൊ ഒന്ന് പൊക്കി നോക്കിയാൽ ചെറിയൊരു കനമല്ലേ ഉണ്ടാവുകയുള്ളൂ. കയറ്റി വെച്ചു. ആ വാഹനം അങ്ങ് തെളിച്ചു. തിരിച്ചു വന്ന് നോക്കുമ്പോ വാഹനങ്ങളൊക്കെ പോയി. ആയിഷ റളിയല്ലാഹു അൻഹ ഇനി നാട്ടിലെത്തിയിട്ട് എന്നെ കാണാതെ വരുമ്പോ തിരിച്ചിങ്ങോട്ട് തെരഞ്ഞു വന്നുകൊള്ളുമെന്ന് കരുതിയിട്ട് ഒരു മരത്തിനെ മറയാക്കി ചാരിയിരിക്കുന്നു.